ഹായ്. ഇന്ന് 50% ഗേൾസിലുള്ള ഒരു പ്രശ്നമാണ് പി സി ഒ ഡി. പി സി ഒ ഡി എന്ന് പറയുന്നത് ഒരു ഹോർമോണൽ ഇംബാലൻസ് ആണ്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താറുണ്ട്. അതോടൊപ്പം കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പോൾ പണ്ടൊക്കെയാണെങ്കിൽ കുട്ടികൾ പാടത്തും പറമ്പിലും ഒക്കെ ഓടിക്കളിച്ച് നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ കുറവാണ്. അവർ കൂടുതലും ടി വിയും ഫോണും ഒക്കെ അതിനൊക്കെ അഡിക്റ്റായിട്ട് വീടുകളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥയാണ്. ഇപ്പോഴത്തെ പാരൻസിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ പ്രത്യേകിച്ചും പെൺകുട്ടികളെ ഫസ്റ്റ് മെൻസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ അവരെ പണ്ടത്തെ പോലെ പുറത്തിറക്കാനോ ഓടിക്കളിക്കാനോ ഒന്നും സമ്മതിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറഞ്ഞു വരികയാണ്. ഇങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറയുമ്പോൾ 12 വയസ്സിൽ പീരീഡ്സ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ 13-14 വയസ്സാകുമ്പോഴേക്കും അവൾക്ക് പി സി ഒ ഡി ആണ്. ആൻഡ് പലപ്പോഴും ഈ പി സി ഒ ഡി ഡിപ്രഷൻ പോലുള്ള മാനസിക രോഗങ്ങൾക്കും കാരണമാകുന്നു. സോ എന്തൊക്കെയാണ് പി സി ഒ ഡിയുടെ ലക്ഷണങ്ങൾ? ആദ്യം തന്നെ മാസമുറയിൽ ഉണ്ടാകുന്ന ഇറഗുലാരിറ്റീസ്, കഴുത്തിന് ബാക്കിലായിട്ടുണ്ടാകുന്ന കറുപ്പ് നിറം, അമിതമായ രോമ വളർച്ച, മുടി കൊഴിച്ചിൽ, പിന്നെ ഒരു കാര്യമില്ലാതെ വെയിറ്റ് അങ്ങ് ഗെയിൻ ചെയ്യും. പി സി ഒ ഡിയുടെ മെയിൻ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വന്ധ്യതയാണ്. ഇതുകൂടാതെ പി സി ഒ ഡി ക്യാൻസറിനും കാരണമാകുന്നുണ്ട്. ഒരു പി സി ഒ ഡി ഉള്ള വ്യക്തി എങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടത്? അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റാണ് നമുക്ക് പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പറയും ജങ്ക് ഫുഡ്സ് ഒഴിവാക്കണം, കൂടുതൽ പച്ചക്കറികൾ കഴിക്കണം എന്നൊക്കെ. പക്ഷേ കുറച്ചുകൂടി ചേഞ്ചസ് ഉണ്ടാക്കാനായിട്ടുണ്ട്. അതായത് തവിടോട് കൂടിയ ധാന്യങ്ങൾ കഴിക്കുക, വൈറ്റ് റൈസിന് പകരം ബ്രൗൺ റൈസ് യൂസ് ചെയ്യുക. ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ അത് ജ്യൂസ് അടിച്ച് കഴിക്കുന്നതിന് പകരം അത് കട്ട് ചെയ്ത് ചവച്ചരച്ച് തന്നെ കഴിക്കുക. പ്രോട്ടീൻ റിച്ച് ഫുഡ്സും ഫൈബർ റിച്ച് ഫുഡ്സും കൂടുതലായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. 3 നേരം 4 നേരമൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ പി സി ഒ ഡി ഉള്ള ഒരാൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് കഴിക്കുക. അതായത് ഇടയ്ക്കിടെ, അതും ചെറിയ എമൗണ്ട് മാത്രം, കുറേശ്ശെ ഇടയ്ക്കിടയ്ക്കായിട്ട് കഴിക്കുക. ഈ ഇടയ്ക്കിടയ്ക്കായിട്ട് കഴിക്കുന്ന ഈ ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റും ഷുഗറും തീരെ ഉണ്ടാവാനായിട്ട് പാടില്ല. ഇപ്പോൾ രാവിലെ ഒരു എക്സസൈസിന് ശേഷം ഒരു ഗ്രീൻ ടീ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാഗിപ്പുട്ട്, ഗോതമ്പിൻ്റെ ചപ്പാത്തി, ചെറുപയറിൻ്റെ ദോശ, അങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഒരിക്കലും ഫുഡ് സ്കിപ്പ് ചെയ്യരുത്. പ്രത്യേകിച്ച് മോർണിംഗ് ഫുഡ് നിങ്ങൾ തീരെ സ്കിപ്പ് ചെയ്യരുത്. ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ചോറ് തന്നെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രൗൺ റൈസ് ട്രൈ ചെയ്യൂ. ചോറ് വളരെ കുറച്ചെടുത്തിട്ട് കറികൾ കൂടുതലായിട്ട് കഴിക്കുക, അതും കൂടുതലും പച്ചക്കറികളായിക്കോട്ടെ. ഒരു ഇടനേരത്ത് വേണമെങ്കിൽ ഒരു ആപ്പിൾ വെച്ച് എല്ലാ ദിവസവും കഴിക്കാം. നൈറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വെജിറ്റബിൾ സാലഡ് ട്രൈ ചെയ്യാം. ക്യാരറ്റ്, കുക്കുംബർ, ബീട്രൂട്ട്, ഒനിയൻ, ദെൻ യോഗട്ട് എല്ലാം ആഡ് ചെയ്ത് ഒരു അടിപൊളി സാലഡ് ട്രൈ ചെയ്യാം. ഗോതമ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷേ ഗോതമ്പിൻ്റെ ബൈ പ്രോഡക്ട്സ് ആയിട്ടുള്ള റവ, മൈദ തുടങ്ങിയവ യൂസ് ചെയ്യാതിരിക്കുക. റിഫൈൻഡ് ഓയിൽ ഒഴിവാക്കുക. പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഇവയെല്ലാം ഒഴിവാക്കി മിതമായ രീതിയിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. ഇതോടൊപ്പം പെപ്സി, മിറിണ്ട, കൊക്കോകോള തുടങ്ങിയ സോഫ്റ്റ് ഡ്രിങ്ക്സും ഒഴിവാക്കണം. ഒരു 7 മണിക്ക് മുമ്പ് തന്നെ നിങ്ങൾ ഡിന്നർ ഫിനിഷ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഒരു 10 മണിക്ക് തന്നെ നിങ്ങൾ ഉറങ്ങിയിട്ടും ഉണ്ടാവണം. പി സി ഒ ഡി ഉള്ളവർ എക്സ്ട്രാ സപ്ലിമെൻറ്റ്സ് എന്തൊക്കെയാണ് എടുക്കേണ്ടത്? വൈറ്റമിൻ ഡി ആൻഡ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്. ഡയറ്റ് കൊണ്ട് മാത്രം ഒന്നും ആയില്ല. ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അതിപ്പോൾ ഓടുന്നതായിക്കോട്ടെ, നടക്കുന്നതായിക്കോട്ടെ, സൈക്ലിംഗ് ആയിക്കോട്ടെ, സ്കിപ്പിംഗ് ആയിക്കോട്ടെ, 30 മിനിറ്റ്സ് നിങ്ങൾ എക്സസൈസ് ചെയ്തിട്ടുണ്ടാവണം. അത് കൂട്ടിക്കൊണ്ട് വന്ന് ഒരു 1 മണിക്കൂർ വരെ പിന്നീട് എക്സസൈസ് ചെയ്യുക. എക്സസൈസൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ചിയാ സീഡ് ആഡ് ചെയ്ത് 20 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെച്ച് കഴിക്കാം. പി സി ഒ ഡി ഉള്ളവർക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഇത് വളരെ നല്ലതാണ്. ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് റിവേഴ്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പി സി ഒ ഡി റിവേഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ബൈ.